بشر المنافقين بأن لهم عذابا أليما الذين يتخذون الكافرين أولياء من دون المؤمنين أيبتغون عندهم العزة فإن العزة لله جميعا ബഷീർ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക അൽ മുനാഫിഖീൻ കപടവിശ്വാസികൾക്ക് ബിഅന്ന ലഹും അദാബൻ അലീമാ തീർച്ചയായും അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക അല്ലദീന യത്തഖിദൂനൽ കാഫിരീൻ അവർ നിഷേധികളെ സ്വീകരിക്കുന്നു ഔലിയാ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നു മിൻ ദൂനിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ കൂടാതെ നിഷേധികളെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നു അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ അവരുടെ അരികിൽ അന്തസ്സ് ലഭിക്കുമെന്നവർ ആഗ്രഹിക്കുന്നു അന്വേഷിക്കുന്നു ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ തീർച്ചയായും അന്തസ്സ് അല്ലാഹുവിന് മാത്രമാകുന്നു മുഴുവൻ അന്തസ്സും അല്ലാഹുവിന് മാത്രമാകുന്നു ഈ ആയത്ത് മുതൽ ഏതാനും ആയത്തുകൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വിഭാഗമായ മുനാഫിക്കുകളെ പറ്റിയുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു വിഭാഗത്തെ പറ്റിയുള്ള പരാമർശം വരുമ്പോൾ വളരെ ശക്തമായും രൂക്ഷമായും വിശദമായും അല്ലാഹു തആല പരാമർശിക്കാറുണ്ട്. കാരണം നിഷേധികളിലേക്ക് സത്യവിശ്വാസികൾ മാറാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ കപടവിശ്വാസികളിലേക്ക് ചായാനും ചരിയാനും അവരുടെ കൂട്ടത്തിൽ പെടാനും സാധ്യതയുണ്ട്. കാരണം അവർ കൂട്ടത്തിൽ തന്നെയാണ് കഴിയുന്നത്. കൂട്ടത്തിലുള്ളവരുടെ ദുസ്വഭാവങ്ങൾ പടരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുനാഫിക്കുകൾക്ക് ഈ ലോകത്ത് പലപ്പോഴും ശിക്ഷയൊന്നും ലഭിക്കുകയില്ല. ഏറ്റവും വലിയ ശിക്ഷയായ മനസ്സമാധാനമില്ലായ്മ, അന്തസ്സില്ലായ്മ, നെറുകേട്, നാണക്കേട് ഉണ്ട്. അത് വേറെ കാര്യമെങ്കിലും ബാഹ്യമായി അവർക്ക് ശിക്ഷയൊന്നും ഉണ്ടാകാറില്ല. സത്യവിശ്വാസികൾ അവരെ കൂട്ടത്തിൽ നിർത്തുകയും ചെയ്യും. പക്ഷേ അല്ലാഹു തആല ഖുർആനിലൂടെ അവരെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ അല്പമെങ്കിലും ഉളുപ്പുള്ളവരുടെ നെഞ്ച് നന്നായിട്ട് പിടയ്ക്കും. നമ്മളിൽ ആരെങ്കിലും അള്ളാഹു കാക്കുമാറാകട്ടെ മോഷണത്തിൻ്റെ ദുസ്വഭാവമുള്ളവരുണ്ടെന്ന് വിചാരിക്കും. നമ്മളുടെ ഗുരുനാഥൻ മോഷണത്തിനെ രൂക്ഷമായി എതിർക്കുന്നു. ഉളുപ്പ് എന്നൊരു സാധനമുണ്ടെങ്കിൽ വല്ലാത്ത നാണക്കേട് അനുഭവപ്പെടും. ചിലപ്പോൾ അഭിനയിക്കും, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് അഭിനയിച്ചാലും മനസ്സിന് ഭയങ്കരമായ അസ്വസ്ഥത വരും. ഈ നിലയിൽ അല്ലാഹു തആല കപടവിശ്വാസികളെ ശിക്ഷിക്കുകൂടി ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത്തരം ഇതിൽ പറയുന്ന ദുസ്വഭാവങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി, ഇല്ലെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കണം, ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ ഉടനടി അതിൽ നിന്ന് മാറാൻ വേണ്ടി പരിശ്രമിക്കണം. ആദ്യം സത്യവിശ്വാസികളെ അള്ളാഹു പരിഹസിച്ചുകൊണ്ട് പറയുന്നു, ബശീരിൽ മുനാഫിഖീന ബിഅന്ന ലഹും അദാബൻ അലീമാ പ്രവാചകരെ താങ്കൾ കപടവിശ്വാസികൾക്ക് ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും. എന്താ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാറുള്ളതാണ്? പരാജയപ്പെട്ടു എന്ന് സന്തോഷ വാർത്ത ആരെങ്കിലും അറിയിക്കുമോ? അതെ, അവർ സത്യവിശ്വാസത്തെയും ദീനിൻ്റെ കാര്യങ്ങളെയും അമൂല്യ അനുഗ്രഹമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവർ കളിയാക്കുന്നു, പരിഹാസമായി കാണുന്നു. ഈ സമയത്ത് അവരെയും പരിഹസിക്കുകയാണ്, നന്നായിട്ട് കളിച്ചോ,
നല്ല സ്പീഡിൽ വണ്ടി വിട്ടോ, നേരെ നരകത്തിൻ്റെ കുഴിയിലേക്ക് പോയി കൂപ്പുത്തിക്കോളും, ഒരു കുഴപ്പമില്ല. കളിയാക്കിയാണ്. ബശ്ശിരിൽ മുനാഫിഖീന ബിഅന്ന ലഹും അദാബൻ അലീമാ. സത്യവിശ്വാസത്തെ കളിയും തമാശയുമായി കാണുകയും സത്യത്തിനും നല്ലവർക്കും എതിരെ നിരന്തരം ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്യുന്നതായ മുനാഫിക്കുകൾക്ക് പ്രവാചകരെ ശിക്ഷ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക, അതും വേദനാജനകമായ ശിക്ഷ. ഇനി അവരുടെ ദുസ്വഭാവങ്ങൾ വിവരിക്കുകയാണ്. 1, الذين يتخذون الكافرين أولياء من دون المؤمنين. അവർ നിഷേധികളെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം, ഇത്തരം ആയത്തുകൾ ഇന്ന് വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. ഖുർആനിൽ അമുസ്ലിമീങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല, അവരോട് സ്നേഹത്തിനും സാഹോദര്യത്തിനും കഴിയാൻ പാടില്ല. ശ്രദ്ധിക്കണം. 1, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിഷേധികൾ. ഏത് നിഷേധികൾ? നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ നിഷേധത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവർ. അല്ലാതെ സാധാരണ അമുസ്ലിമീങ്ങൾ നമ്മളുമായി നല്ല ബന്ധത്തിൽ അവരല്ല. അവർ അമുസ്ലിമീങ്ങൾ 2 വിഭാഗമുണ്ട്. 1, തീർത്തും സാഹോദര്യത്തിനും സ്നേഹത്തിനും കഴിയുന്നവർ. അവർക്ക് നമ്മളുടെ ദീനീയായ ജീവിതം സന്തോഷമാണ്, ഖുർആൻ പാരായണം അവർക്ക് ഹരമാണ്. 2 മതത്തിലായിപ്പോയി, അത് വേറെ കാര്യമെങ്കിലും വലിയ സാഹോദര്യത്തിൽ കഴിയുന്നവരാണ്. അവരോട് സാഹോദര്യത്തിൽ തന്നെ കഴിയണം. വേറൊരു വിഭാഗം ആളുകളുണ്ട് കടുത്ത ശത്രുതയുള്ളവർ, അതായത് ശത്രുത മാറ്റാൻ പരിശ്രമിച്ചിട്ടും അതിൽ തന്നെ കഴിയുന്നവർ. നമ്മൾ അവരുടെ അരികിൽ പോയി അവരോട് സ്നേഹത്തിൽ സംസാരിച്ചു, കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ചു, അതും കടമയാണ്. മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിക്കുന്നില്ല, അവർ തെറ്റിദ്ധരിച്ചു, അതിൽ നമുക്കും കുറ്റമുണ്ട്. നമ്മൾ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ചു, എന്നിട്ടും അവർ കടുത്ത എതിർപ്പ് കാണിക്കുന്നു. വളരെ രൂക്ഷമായ പെരുമാറ്റം അവർ പെരുമാറുന്നു. നമ്മളെ ദീനിൽ നിന്ന് മാറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പരിശ്രമിക്കുന്നു. അവരെ പറ്റിയാണ് ഈ ആയത്തുള്ളത്. 2ാമത്തെ കാര്യം രക്ഷാധികാരികളായി സ്വീകരിക്കലാണ്. അവരോട് നല്ല നിലയിൽ പെരുമാറുക, നീതി കാണിക്കുക, സദാചാരം പുലർത്തുക, ഒരു കുഴപ്പവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടുത്ത എതിരാളിയായിരുന്നു അബൂ സുഫിയാൻ. അദ്ദേഹം മദീന മുനവ്വറയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുമായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി അനുവാദം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ അനുവാദം കൊടുത്തു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എൻ്റെ പിതാവ് വരുന്നു, വളരെ കടുത്ത നിലപാടാണ്, ഞാൻ എന്ത് ചെയ്യണം? നീ അവരോട് നല്ല നിലയിൽ പെരുമാറിക്കൊള്ളു, ഒരു കുഴപ്പവുമില്ല. അസ്മാ റളിയല്ലാഹു അൻഹയുടെ മാതാവ് മദീന മുനവ്വറയിൽ വന്നു. വഹിയ റാഗിബ, അവർക്ക് ഇസ്ലാമിനോട് യാതൊരു താല്പര്യവുമില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി സ്ത്രീ ഉമ്മക്ക്, നിന്റെ ഉമ്മയോട് നീ നല്ല നിലയിൽ വർത്തിക്കുന്നു. അതുകൊണ്ട് നിഷേധികളോട് പോലും നല്ല നിലയിൽ വർത്തിക്കുന്നതിനെ പറ്റിയില്ല ആയത്ത്, മറിച്ച് രക്ഷാധികാരിയായി സ്വീകരിക്കൽ. ഞാൻ എവിടെ പഠിക്കണം, അത് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇസ്ലാമിനോട് കടുത്ത എതിർപ്പുള്ളവരോടാണ്. ഞാൻ എവിടെ ജോലിക്ക് പോകണം, മുസ്ലിമീങ്ങളോട് കടുത്ത ശത്രുതയുള്ളവരോടാണ് അഭിപ്രായം. ഇത് പാടില്ലാത്തതാണ്. ഞാൻ പള്ളിയിൽ പോകണോ വേണ്ട അഭിപ്രായം ചോദിക്കുന്നത് കടുത്ത നിഷേധിയോടാണ്, അത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഔലിയാ അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, കപടവിശ്വാസികളായ ആളുകൾ ജിഹാദിൻ്റെ സമയം വരുമ്പോൾ അതിൽ പോകണമോ വേണ്ടയോ എന്ന് കടുത്ത നിഷേധികളുടെ അഭിപ്രായം ചോദിക്കുമായിരുന്നു. അതിനെപ്പറ്റിയാണ് ഈ ആയത്ത്. അവരുമായി കൂട്ടുകൂടുമായിരുന്നു. الذين يتخذون الكافرين أولياء من دون المؤمنين. എന്തിനാണ് ഈ നിഷേധികളെ, കപടവിശ്വാസികൾ അവരെ ആത്മമിത്രമായി സ്വീകരിക്കുന്നത്? അവരുടെ കൂട്ടത്തിൽ കൂടിയാൽ വലിയ അന്തസ്സ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ,
അവരുടെ കൂട്ടത്തിൽ കൂടിയാൽ അന്തസ് കിട്ടുമെന്നവർ വിചാരിക്കുകയാണോ? ഒരിക്കലും അന്തസ് കിട്ടുകയില്ല. അന്തസ്സുള്ളവരിൽ നിന്ന് കിട്ടും. അന്തസ് ആരുടെ പക്കലാണ്? ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. പരിപൂർണമായ അന്തസ് അള്ളാഹുവിന് മാത്രമാണ്. അന്തസ്സിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അന്തസ്സിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ നിന്ദനാക്കുന്നു. വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. എല്ലാവിധ അന്തസ്സും അള്ളാഹുവിന് തന്നെയാണ്. ആ അന്തസ്സ് ലഭിക്കാനുള്ള മാർഗം അള്ളാഹുവിന് പൊരുത്തമായ വഴിയിൽ സഞ്ചരിക്കും. ആ പൊരുത്തമായ വഴിയുടെ പേരാകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അന്തസ്സ് പടച്ചവൻ്റെ ഖജനാവിലാണ്. അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കിട്ടും. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മാർഗത്തിലൂടെ കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം സ്വീകരിക്കൻ, തങ്ങളുടെ സുന്നത്തുകൾ അനുസരിക്കൻ, സുന്നത്തായ വേഷവിധാനങ്ങൾ, സുന്നത്തായ സ്വഭാവം, സുന്നത്തായ പെരുമാറ്റം, സുന്നത്തായ ഇബാദത്തുകൾ, ഇതിൽ നിഷ്ഠ കാണിക്കൻ. അന്തസ്സ് കിട്ടും, ബഹുമാനം കിട്ടും. അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സത ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. കപടവിശ്വാസികൾ നോക്കുന്നു, സത്യവിശ്വാസികളുടെ കയ്യിൽ വലിയ സമ്പത്തില്ല, സൗകര്യങ്ങളില്ല. മറുഭാഗത്ത് നിഷേധികളുടെ അരികിൽ വലിയ സമ്പത്തുണ്ട്, അധികാരമുണ്ട്. പക്ഷെ യഥാർത്ഥ സമ്പത്ത് പൈസയല്ല, യഥാർത്ഥ സമ്പത്ത് അധികാരമല്ല, യഥാർത്ഥ സമ്പത്ത് മനസ്സിൻ്റെ സമ്പത്താണ്. നോക്കിന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അധികാരിയാണ്, മണ്ണിൽ കിടന്നാണ് ഉറങ്ങുന്നത്. സഹാബാക്കളുടെ കയ്യിൽ വലിയ സമ്പത്തൊന്നുമില്ല, വളരെ സമ്പന്നമായ ജീവിതം, ആഹ്ലാദം, ഒരു അസ്വസ്ഥതയുമില്ല. ഇയാൾക്ക് വലിയ അധികാരം കിട്ടി, പക്ഷെ മനസ്സിൽ നിറയെ ശത്രുതയാണ്, പകയാണ്, വിദ്വേഷമാണ്, വർഗീയതയാണ്. ലോകത്തുനിന്ന് ഇത്തരം ആൾക്കാർ എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭരണാധികാരി, ഭയങ്കര സംസാരം, വലിയ പ്രസംഗം, പക്ഷെ മനസ്സ് നീറ്റൽ, മനസ്സ് അസ്വസ്ഥത. കാരണം മനസ്സിൽ വർഗീയതയാണ്, പകയാണ്, അവരോട് വിദ്വേഷം, ഇവരോട് വിദ്വേഷം. ഈ രണ്ടാൾക്കാരെ എങ്ങനെ കൂട്ടിമുട്ടിക്കാൻ പറ്റും? രാജ്യത്തിൻ്റെ പ്രധാന പ്രശ്നത്തിൽ നിന്ന് മറ്റുള്ളവരെ എങ്ങനെ, ജനങ്ങളെ എങ്ങനെ തിരിച്ചുവിടാൻ സാധിക്കും? അതിനുവേണ്ടി ഓരോരോ വിഷയം കുത്തിപ്പോക്കും, ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടുവരും. രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാതെ ജീവിക്കുകയാണ് ഇന്നത്തെ സുഖലോലുപന്മാർ. അവർക്ക് മരുന്ന് കഴിക്കേണ്ടി വരുന്നു. അതേസമയത്ത് ഈമാനുമായി ബന്ധപ്പെട്ടവർ സുഖമായി കിടന്നുറങ്ങുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ട ഒരു സംഘത്തെ ഒരു വ്യക്തി കണ്ടപ്പം തന്നെ അവരുടെ മുഖം നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. ഇരുന്നോ, ഒരു കുഴപ്പമില്ല. തലീമിൻ്റെ സദസ്സിൽ വന്നിരുന്നു. ആദ്യം മുതൽ തന്നെ കൂർക്കം വരച്ച് ഉറക്കം തുടങ്ങി, ഉറക്കത്തോട് ഉറക്കം. അവർ പറഞ്ഞു ഉറങ്ങിക്കോട്ടെന്ന് പറഞ്ഞു. ഉറങ്ങി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ മരുന്ന് കഴിച്ച് ദിവസങ്ങളായി, പക്ഷേ എനിക്ക് ഉറക്കമില്ല. നിങ്ങളുടെ മുഖം കണ്ടപ്പം തന്നെ വലിയ സമാധാനമുണ്ടെന്ന് മനസ്സിലായി. അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സത ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. അറിയണം, എല്ലാ അന്തസ്സും പടച്ചവനാണ്. ആ പടച്ചവനെ അനുസരിക്കൻ, പടച്ചവനെ ആരാധിക്കൻ, പ്രവാചക മാർഗം സ്വീകരിക്കൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.